ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാറിലെ മറയൂരിനടുത്തുള്ള കാന്തല്ലൂരിലെ സ്നോലൈൻ ഫ്രൂട്ട് ഗാർഡനാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ ശരിക്കും ആകർഷകമായ ഒരു അനുഭവത്തിലേക്കാണ് നീങ്ങുന്നത്. ഇന്ത്യയുടെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ കാന്തല്ലൂർ ഗ്രാമത്തിലെ സ്നോലൈൻ ഫുഡ് ഗാർഡനിലേക്കുള്ള ഒരു സന്ദർശനം. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും സസ്യജാലങ്ങൾക്കും പേരുകേട്ട കാന്തല്ലൂർ പ്രകൃതി സ്നേഹികൾക്കും പഴവർഗ്ഗ പ്രേമികൾക്കും ഒരുപോലെ അനുയോജ്യമായ ഒരു അവധിക്കാലം പ്രദാനം ചെയ്യുന്നു. പൂത്തോട്ടത്തിൻ്റെയും പഴത്തോട്ടത്തിൻ്റെയും ഒരു സമന്വയമാണ് ഇവിടെ. പല തട്ടുകളായി തിരിച്ച് വിവിധ പഴമരങ്ങൾ വച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഈ മരങ്ങൾക്കിടയിലൂടെ നടന്ന് മരത്തിൽ കാഴ്ച കിടക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി ഇടവഴികൾ ഇട്ടിട്ടുണ്ട്. വഴിയുടെ ഇരുവശത്തും ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഈ ചെടികളെല്ലാം ഇപ്പോൾ പൂത്തെളിഞ്ഞ് നിൽക്കുന്നു. നടപ്പാതയുടെ ഇരുവശവും വേലി കെട്ടി കൃഷിയിടത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നു. പൂക്കളും പഴങ്ങളും പറിക്കാതെ സന്ദർശകരെ നിയന്ത്രിക്കാൻ പണിക്കാരെ വച്ചിട്ടുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്. ഒരാൾക്ക് 10 രൂപയായിരുന്നു. ഇപ്പോൾ അത് കൂടിയോ എന്നറിയില്ല. ഫാം കാണാൻ വളരെ കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവരുടെ വരുമാനം പ്രധാനമായും ഈ പ്രവേശന ഫീസിൽ നിന്നും പഴങ്ങൾ വിറ്റും പിന്നെ പഴമരങ്ങളുടെയും ചെടികളുടെയും തൈകൾ വിറ്റുമാണ്. ഇവിടെ പ്രധാന മരങ്ങൾ ഓറഞ്ച്, ആപ്പിൾ, മുസമ്പി, സീതപ്പഴം, സഫർജില്ല്, മരത്തക്കാളി, ഫാഷൻ ഫ്രൂട്ട്, മാവ്, പ്ലം, പേര, മാതളനാരകം, വിവിധ ഇനം സപ്പോർട്ടുകൾ, സ്ട്രോബെറി, പിന്നെ വേനൽക്കാല പച്ചക്കറികളുമുണ്ട്. ഇവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പിന്നെ കൃഷികൾ. ഇതൊക്കെ കാണുന്നതല്ല നമ്മൾ തൈകൾ, ഇതിൻ്റെ എല്ലാം തൈകളുണ്ടാക്കി, ഇതെല്ലാം ചെടികളുടെയാണ്. ചെടികളിലെല്ലാം തൈകളുണ്ടാക്കി. അതുപോലെ തന്നെ ഈ സ്ട്രോബെറിയുടെ ഒക്കെ തൈകളുണ്ടായിരുന്നു ചില സമയങ്ങളിൽ. ഈ ചെടികളിലൊക്കെ തൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് അവർ കൊടുക്കുന്നതാണ്, വിലയ്ക്ക് കൊടുക്കുന്നതാണ്. നേരത്തെ നമ്മൾ ഇവിടെ ചെല്ലുമ്പോഴത്തേനും സന്ദർശകർ കുറവായിരുന്ന സമയങ്ങളിൽ അവിടുത്തെ കുടുംബത്തിലെ ആൾക്കാർ തന്നെയായിരുന്നു നമ്മളെ നമ്മുടെ കൂടെ നടന്ന് ഇതൊക്കെ പറഞ്ഞു തരാനും കാണിക്കാനും ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സന്ദർശകരുടെ തിരക്ക് കൂടിയത് മൂലം ഇപ്പോൾ അവർ തന്നെ ഇവിടെ ജോലിക്ക് ആൾക്കാരെ വെച്ചിരിക്കുകയാണ്. അവരാണ് നമ്മളോട് ഇത് പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാണ് ഓരോ ചെടികളെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അവരാണ്. അതുപോലെ തന്നെ ഈ പൂക്കൾ പറിക്കാതെ കൊച്ചു പിള്ളേരൊക്കെ വരുമ്പം പൂക്കളൊക്കെ പറിക്കാതെ ഇപ്പം നമ്മളെ കണ്ട പഴങ്ങൾ കിടക്കുന്നത് നമ്മൾ മുസമ്പിയുടെയാണ്. മുസമ്പി, പേര, ഈ നടപ്പാതയുടെ ഇരുവശങ്ങളിലും അവർ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചില സമയത്ത് നല്ല തിരക്കാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു 10-15 ജീപ്പിലെങ്കിലും ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ കാണുന്ന മാതളനാരകമാണ്. അതിലിപ്പം കായുടെ സീസൺ അല്ല, അത് മാതളനാരകം കഴിക്കുന്ന സമയമല്ല. ഇത് ബ്ലാക്ക് സപ്പോട്ടയാണ്. അതിൽ കായുണ്ട്. ഒരു പടുതാക്കുളവും വെള്ളം പിന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിന് ഇവിടെ പടുതാക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ജൈവ രീതിയിലാണ് ഇവരുടെ കൃഷി. ആധുനിക കാര്യങ്ങളൊക്കെ പുതിയ ഈ പടുതാക്കുളമൊക്കെ ഉപയോഗിച്ച് വെള്ളം, പെയ്ത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. ഡാലിയ, അതുപോലെ തന്നെ റോസ്, അങ്ങനെ പല പല ചെടികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്.
എല്ലാം ഇവിടുത്തെ ഈ തണുപ്പത്ത് എന്ത് ചെടി വെച്ചാലും നല്ല പൂക്കളും അത് കാണാൻ നല്ല ഭംഗിയുമാണ്. അത് മരത്തക്കാളിയാണ്. അതാണ് ഒരാൾ നമ്മുടെ ഈ ആൾക്കാരുടെ കൂടെ വന്ന് ഓരോ മരത്തെ പറ്റിയൊക്കെ പറഞ്ഞു തരുന്ന ആളാണ്. 1-2 ലേഡീസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അത് വൈറ്റ് സപ്പോട്ട, സബർജില്ലാണ്. ഈ കാണുന്നതൊക്കെ ഓറഞ്ചാണ്. ഇപ്പോൾ ഇതിൽ ഓറഞ്ച് കുറവാണ്. ഞാൻ ആദ്യമേ ഇട്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ ഇതിന് മുന്നിലത്തെ വർഷം ഇവിടെ വന്നപ്പോഴത്തേനും എടുത്ത ഫോട്ടോസാണ്. അന്ന് നല്ല നിറയെ ഓറഞ്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. പഴുക്കാൻ തുടങ്ങിയ സമയമായിരുന്നു. ഇത് പാഷൻ ഫ്രൂട്ട്. ഇത് സാധാരണ നാടൻ പേരയാണ്. ഇത് മാതള നാരകമാണ്. അവിടെ വലയിട്ടിരിക്കുന്നത് ആപ്പിളിൻ്റെയാണ്, ആപ്പിൾ മരത്തിനാണ്. ഇത് ഓറഞ്ചാണ്. ഇത് മരത്തക്കാളി. വലയിട്ടിരിക്കുന്ന അത് പിന്നെ ആപ്പിളാണ്. മരത്തക്കാളി അടുത്ത് ഇപ്പുണ്ട്. ചുമല കായുള്ളത് മരത്തക്കാളിയാണ്. ഹൈബ്രിഡ് പേരയാണ്. മാതളത്തിൻ്റെയാണ്.
പേരയുണ്ട്. അത് പ്ലമ്മാണ്. അതിലിപ്പോൾ കായില്ല. ഓറഞ്ച്. ഇത് സീതപ്പഴത്തിൻ്റെ മരങ്ങളാണ്. ഇടയിൽ കായുണ്ട്, അധികമില്ല. ഓറഞ്ച് പ്ലമ്മിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു മാവില് ഒരു മാങ്ങ കിടപ്പുണ്ട്. സബർജില്ലുണ്ട്. സബർജില്ല് കായുണ്ട്. പാഷൻ ഫ്രൂട്ടാണ് കയറി കിടക്കുന്നത്. മരത്തക്കാളിയാണ്. വലതുവശത്ത് കണ്ട ചെറിയ കമ്പുകളൊക്കെ മരത്തക്കാളിയുടെയാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള ഡാലിയ പൂത്തളഞ്ഞ് നിൽപ്പുണ്ട്. ഡാലിയ ഏറ്റവും നന്നായിട്ട് പിടിക്കുന്ന ഇതുപോലെയുള്ള തണുപ്പ് കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ്. ഓറഞ്ച് മരങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.